ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും എങ്ങനെയാണ് ടാക്സ് ചെയ്യുന്നത്? നമുക്ക് കഴിഞ്ഞ കൊല്ലത്തിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സേഷനെ സംബന്ധിച്ച്. അത് ജൂലൈ 23, 2024 ശേഷം വന്നുള്ളൊരു ചേഞ്ചാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ ട്രാൻസാക്ഷനും കഴിഞ്ഞ കൊല്ലത്തിൽ നോക്കുമ്പോൾ ജൂലൈ 23 മുമ്പുള്ള ട്രാൻസാക്ഷനും ശേഷമുള്ള ട്രാൻസാക്ഷനായിട്ട് തരംതിരിക്കേണ്ടി വരും. അപ്പോൾ 23 ജൂലൈക്ക് ശേഷമുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് പണ്ട് ലാൻഡും ബിൽഡിംഗും ഒക്കെ വിൽക്കുമ്പോൾ ഒരു ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടിയിരുന്നു. ആ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല. പക്ഷേ ടാക്സ് റേറ്റ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിന് കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാൻഡും ബിൽഡിങ്ങും വിൽക്കുമ്പോൾ ഇപ്പോൾ ടാക്സ് റേറ്റ് വരുന്നത് 12.5% ടാക്സ് റേറ്റ് വരുള്ളൂ. മുമ്പ് അത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഉണ്ടായിരുന്നു, കൂടാതെ 20% ടാക്സ് ആയിരുന്നു കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ അത് 12.5% ആണ് ടാക്സ് റേറ്റ് ക്യാപിറ്റൽ ഗെയിനിന് ലോങ് ടേമിന് വരുന്നുള്ളൂ. ഇനി നേരത്തെ പറഞ്ഞ പോലെ അത് ഷോർട്ട് ടേം അല്ലെങ്കിൽ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ, ലിസ്റ്റഡ് സെക്യൂരിറ്റീസിന്റെ ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ, അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ അതിന്റെ ടാക്സ് റേറ്റ് ഓൾറെഡി 10% ആയിരുന്നു മുമ്പുണ്ടായിരുന്നത്. അത് ഇപ്പോൾ 12.5% ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ജൂലൈ 23 ശേഷം അത് 12.5%. അതുപോലെ ലിസ്റ്റഡ് സെക്യൂരിറ്റീസിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ അതിന്റെ ക്യാപിറ്റൽ ഗെയിനിന് ടാക്സ് വരുന്നത് മുമ്പ് അത് 15% ആയിരുന്നു, അത് ഇപ്പോൾ ഇൻക്രീസ് ചെയ്ത് 20%ലേക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ മേജർ ആയിട്ടുള്ള ചേഞ്ച് വരുന്നത്. ഇനി റെസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാൻഡും ബിൽഡിങ്ങും വിൽക്കുന്നതിനൊക്കെ നമുക്ക് 2 ഓപ്ഷൻ എടുക്കാനുള്ള ഒരു പ്രൊവിഷൻ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 ഓപ്ഷൻ നമുക്ക് അതിൽ എടുക്കാം. ഒന്നുപോലെ ഇൻഡെക്സേഷൻ വിത്ത് 20%, അല്ലെങ്കിൽ 12.5% വിത്തൗട്ട് ഇൻഡെക്സേഷനോ. ഇതിൽ ഏതാണോ ബെനിഫിഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസിഡന്റ് ആയിട്ടുള്ള വ്യക്തിക്ക് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ടാക്സേഷന്റെ പ്രൊവിഷൻ എടുക്കാം. അതാണ് ഒരു ഓപ്ഷൻ പറയുന്നത്. ഇപ്പോൾ നോൺ റെസിഡന്റ് ആയിട്ടുള്ള വ്യക്തിക്ക് ആ ഒരു ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല. പുതിയ സ്കീമിൽ അല്ലെങ്കിൽ 12.5% ടാക്സിൽ മാത്രമാണ് ആൾക്ക് ഇൻകം ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ.